ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഇപ്പം 9 മണിയായി. മൂന്നാളും നല്ല ഉറക്കമാണ്. ഞാൻ മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പോയി പല്ല് കഴിക്കണം. പല്ല് കഴിക്കണമെങ്കിൽ വിശക്കുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് പാൽ കുടിക്കാൻ പറഞ്ഞു. പിന്നെ പാലുണ്ടാവാനുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്ററില്ല. ഞാനൊരു ലൈറ്റ് എത്തിച്ച് വെച്ചേക്കും. അതുകൊണ്ട് ലൈറ്റ് ഇട്ട പിള്ളേരിലേക്ക് പാൽ കൊടുത്ത് ഇപ്പം അങ്ങോട്ട് ഇറക്കിയുള്ള ആൾ അവിടെ കിടന്ന് ഞൊളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണാം. ഞാൻ ഉറക്കം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുട്ടും പഴവും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കാശി ബേബി എണീറ്റു. കാശി ബേബിക്ക് പാലൊക്കെ കാച്ചി വെച്ച് അവനപ്പം ഉണ്ട്. നമുക്ക് ഈ ആവിയിൽ പുഴുകിയ സാധനങ്ങൾ, ആവിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പാലുണ്ടാവും എന്ന് പറയും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പുട്ട്. അമ്മമ്മ നൊച്ചിയിലയുടെ പുട്ട് ഉണ്ടാക്കൂലേ? ചിപ്പിയുടെ അങ്ങ് നിപ്പുണ്ട്, കൊച്ചിപ്പിയുടെ അങ്ങ് നിപ്പുണ്ട് നൊച്ചിയില. നടുവേദനയുണ്ട്. ആ, എനിക്ക് കാശിയുടെ സമയത്ത് കിട്ടിയിട്ടില്ല. തുപ്പല്ല കഴിച്ചോ. ഭയങ്കര പാടാ. ഇല്ല അമ്മ പെടൂല. ഗോകുൻ്റെ അമ്മ അവരിന്ന് പോവാനുള്ള ഒരുക്കത്തില്ല. നിങ്ങൾ വന്നിട്ട് എത്ര നാളായി ചേച്ചി? 1 മാസം ആവുന്നല്ലേ? 1 മാസം ആവാറാവുന്നല്ലേ? ഞാൻ അന്നോട്ട് പിടിച്ചു നിന്നില്ലേ? അമ്മയുടെ മോൻ വരുന്നവരെ പിടിച്ചു നിന്നില്ലേ? അമ്മയുടെ മോൻ വരുന്നവരെ ഞാൻ പിടിച്ചു നിന്നിട്ടാണ് ഞാൻ പ്രസവിച്ചമ്മ. കണ്ടുപിടിക്കും. അവരിന്ന് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അടങ്ങി. ഞങ്ങൾ വന്നപ്പോൾ അവർ പോവുക. കുഞ്ഞു ബേബി വന്നപ്പോൾ അമ്മയൊക്കെ പോവുക. ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം കാണുമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എല്ലാ ദിവസവും ചെല്ലുമ്പോൾ അഡ്മിറ്റ് ആകാൻ ഡോക്ടർ പറയും. ഞാൻ അഡ്മിറ്റ് ആവാതെ വീട്ടിൽ പോരും. അതുകൊണ്ടിട്ടായിരുന്നു. ഇപ്പം അതുകൊണ്ടിട്ട് കുഞ്ഞു ബേബി കൊണ്ട് വീട്ടിലിരിക്കുന്നു. നാളെ പോകും. ഇന്നിപ്പം ഇവരിനിയിപ്പോൾ പട്ടാമ്പി പോകണേ. ഇപ്പോൾ രാത്രിയാവും. രാത്രി കഴിയും വരെ അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഗോകു നാളെ പോകും. നാളെ രാത്രി ഇന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കട്ടെ. നാളത്തേനായിരിക്കും എന്നൊക്കെ പക്ഷെ പറയുന്നത് കേട്ടായിരുന്നു. എൻ്റെ പിന്നെ രണ്ടുപേരും കൂടെ വലിയ ശല്യമൊന്നുമില്ല. ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബെഡിൽ കിടത്തിക്കോ. അവരെ ഒരുങ്ങൊക്കെ അല്ലേ മമ്മ? അപ്പം ഒരുങ്ങൊക്കെ അല്ലേ, സൗണ്ട് കേൾക്കാം. അമ്മ ഇവിടെ കിടത്തിക്കോ. കുഞ്ഞു ബേബിനെ എവിടെ കിടത്തും? പിന്നെ വേറെന്താ വിശേഷം? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടിയുള്ളപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാണ്? ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. വെയിറ്റുകളിലൊന്നും ആക്കുന്നില്ല. എനിക്ക് പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇന്ന് അവരെ കോൺടാക്ട് ചെയ്യണം. എന്നത്തേനായിരിക്കും എന്നൊക്കെ ഉള്ളത് അന്നേരം അറിയാൻ പറ്റും. പിന്നെ വെയ്തിന് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. വെയ്ത് ഇടാമെന്ന് കഴിയും. നല്ലതാണ് കേട്ടോ. വെയ്ത് വെള്ളത്തിൽ കുളിക്കുന്നത്, ഡെയിലി കുളിക്കുന്നത് നല്ലതാണ്. ചൂടുവെള്ളത്തിൽ ഞാൻ കുളിക്കാറുണ്ടെന്നും, എങ്കിലും വെയ്ത് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ്. എപ്പോഴും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ നോക്കട്ടെ. ഇന്നലെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ റെക്കമെൻഡേഷനൊക്കെ ഉണ്ട്. ഡെലിവറി വ്ളോഗ്, പിന്നെ എക്സ്പെൻസിൻ്റെ വ്ളോഗ്, കുറേ റെക്കമെൻഡേഷൻ ഉണ്ട്. എല്ലാം ഞാൻ ഓരോ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാം. കുളിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പം
രാവിലെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനുള്ള തത്രപ്പാടിലാണ്. ചേച്ചി കുളിപ്പിക്കും. അതുകൊണ്ട് മുകളിലുണ്ട്. ഇയാൾക്ക് ഞാൻ ഒരു വേണം. ഇയാളെല്ലാം എടുത്തൊന്നല്ല താഴെ വെച്ചോ. ആ അതിനകത്ത് മുരുകനുണ്ട്. ഈ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇത് ഞാനേ ഓം അസ്ട്രോളജി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് കൊളാബിന് വന്നതാണ്. കടയിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ കണ്ട മുരുകൻ ഇങ്ങോട്ട് കാണിയത് കാണത്തില്ല. എന്നെ അടുത്തോട്ട് കാണിക്കും. കണ്ട ആണ് ഫാമിലി പാക്കാണ്. ഫാമിലി പാക്ക് എവിടെ നിന്നെ കാണുന്നു ഇവിടെ. അതിനകത്തെല്ലാം ഉണ്ട്. പ്രസാദം ഉണ്ട്, കോയിൻസ് ഉണ്ട്, ദൃഷ്ടിദോഷം വരാതിരിക്കാൻ. അല്ല ആര് വാങ്ങിയാലും കിട്ടും കേട്ടോ. വേറെ ബെല്ലവിറ്റ ഇതിനകത്ത് എവിടെയെങ്കിലും കാണുമോ? ദേവി എടുത്ത് ഒതുക്കി വെച്ചത് 2 ബോക്സ് ഇരിപ്പുണ്ട്. അവർ ബെല്ലാവിറ്റയുടെ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ സാഷ്യ പാക്കറ്റുകൾ 2 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. ബെല്ലാവിറ്റ മാത്രമല്ല പെർഫ്യൂമേ നമ്മളെ ആക്ച്വലി പെർഫ്യൂം എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എവിടെയടി നീ ഇതിന്റെ മുകളിൽ കയറിയിട്ടു. മക്കളെ പാല് കൊണ്ടുകൂടെ അച്ഛമ്മടെ കൊടുക്കും. 2 വൈറ്റ് ബോക്സ് ഉണ്ടോ? വേറെ ഇതാ അതുണ്ട്. അത് പിന്നെ ഓപ്പൺ ചെയ്യാം. ആ അതൊരു സാധനം. വേറൊരു സാധനമുണ്ട്. ഇപ്പൊ ചെയ്യണ്ട. വേണ്ട. സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കി. പൊട്ടിച്ചില്ലായിരുന്നു. അപ്പം ആശുപത്രി ഇവിടേക്ക് കറങ്ങി നടപ്പുണ്ട്. ഗോകുടെ അമ്മയൊക്കെ ഇന്ന് പോവുക. കുറേ നാളായി വന്നിട്ട്. ഞാൻ ഇനി എന്നാ പോകണമെന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഗോകുൻ്റെ വീട്ടിൽ ഞാൻ പോണത് ഇനി പോവോ എന്ന് ഇടയ്ക്ക് ഒരു വട്ടം പോയിട്ട് വരും. ഈ പ്രസവരക്ഷ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് ദുബായി പോകും. സ്മെല്ല് നോക്കണം. അല്ല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്. എടേ ഞാൻ ഇതുവരെ വാങ്ങിത്തന്നെ ഇതിന് വാങ്ങിക്കൊടുത്ത എന്നെ വേണം ആദ്യം തല്ലാന്. എനിക്കറിയാം. ഈ സാധനം ഞാനുണ്ടല്ലോ ഇതേ അടിക്കുന്നു. ഗോകു എന്റെ പുതിയ ചാർജറാണോ ഈ ചോട്ടി കൂട്ടുന്നത്? നല്ല മണമുണ്ട്. നല്ലയാ. ഞാനിത് ഇതിനകത്ത് ലൈക്കിന്ന് മേടിച്ചായിരുന്നു. 800 എത്രാണ്ട് രൂപയാണ് ഒരു ബോക്സിന് റേറ്റ്. നല്ലതാ. അപ്പം ഞാൻ എണ്ണ വെച്ച് ഇനിയിപ്പം ഒരു ഹെയർ പാക്ക് ഇടണം. അയ്യോ എനിക്ക് കോപ്പി റൈറ്റ്. പോ അച്ഛനും മോനും കൂടെ അവനെ കുളിപ്പിക്കാൻ നിർത്തിയേക്കാതാ. രാവിലെ എനിക്ക് അത്രക്കൂരി വാഷ് ചെയ്തിട്ട് വെക്കുക. ഇപ്പൊ ഞാൻ ചേച്ചി കുളിപ്പിച്ചു. രാവിലെ എണീച്ച് കരയും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? എന്റെ മേത്ത് വന്ന് കിടക്കും. നാളെ ഗോകുല് പോവാ. നാളെ പോകുമ്പോ എന്താവും എനിക്ക്. ഇയാള് പോയിട്ട് എന്ന് വരും? 30-ാം തീയതി. 31-ാം തീയതി ബർത്ത്ഡേയാ. എനിക്ക് 30-ാം തീയതി അവരന്മാര് വരുവാ. സന്തോഷം വരുവാ. ഇതാണ്ടോ കടിച്ച് പാടിച്ചിട്ട് കടിച്ച്
എന്തോ കഴിച്ചു ഞാൻ. ജനങ്ങൾ വിചാരിക്കും നിന്നെ നമ്മളിവിടെ മാരകമായി പീഡിപ്പിക്കുകയെന്ന്. ജനങ്ങൾക്ക് അറിയില്ല നീ ഏതാ സാധനം. എനക്കെന്നെ കേസ് മതി. നിങ്ങൾ പറയൂ ഗൈസ്, കാശി കേശു എങ്ങനെയുണ്ട്? ഞാൻ കേച്ചു നട്ടോ, അതിനൊക്കെ പിടിച്ചില്ല. ഇവിടെ ഒരു വയസ്സന്മാരെ പേരാണ്. കേശു എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കുഞ്ഞു ബേബി എണീക്കുന്നതിന് മുമ്പ് കുളിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യട്ടെ. ഇനിയിപ്പോ എന്താ കല്ലങ്കര തൈലം എടുത്ത് വെച്ചേക്കുന്നു കുളിക്കാൻ. എനിക്ക് മറ്റേ ഇതൊന്നും മേടിച്ചില്ലെങ്കുവാ. അരിഷ്ടമൊക്കെ മേടിക്കണം. വൈകിട്ട് നമുക്ക് പോവാം. അരിഷ്ടമൊക്കെ മേടിച്ച് കോട്ടയിൽ ഉള്ളിൽ പോയി കുറച്ച് ഗ്ലാസ്സൊക്കെ മേടിക്കാം. 10,000 മതിയാവും. ഡെലിവറിക്കായില്ല 10,000. ഞാൻ മാത്രല്ലല്ലോ, ഉത്തരവാദി ഞാൻ മാത്രല്ലല്ലോ. എടേ എന്ത് വേണ്ടത്? എടാ എന്നാ വരുന്ന പോയിട്ട് 31-ാം തീയതി മുമ്പ് വരുമോ? 31-ാം തീയതി ഉറപ്പായിട്ട് വരുമോ? 31-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചാലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഓർമ്മിച്ചാലേ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. ഞാൻ കുളിച്ചിട്ട് തരാം. എന്നിട്ട് പോയി ഇതും കൂടെ കൂട്ടിച്ച് കാണിച്ചാലേ സമാധാനം വരുത്തുള്ളൂ. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അവനുണ്ടോ എന്ന് അറിയത്തില്ല. നിന്റെ ലൈഫിൽ പ്രീഷ്യസ്, എന്റെ ലൈഫിൽ പ്രീഷ്യസ്. എടേ അങ്ങനെയല്ല പൊട്ടിക്കുന്നത്. ഈ സൈഡിലും പൊട്ടിക്കും. ഹൈടെക് ഹൈടെക്. എനിക്ക് നിങ്ങൾ ഈ കത്തി ഭയങ്കര പേടിയാണ്. അന്ന് ഒരിക്കൻ്റെ കൈ കീറിപ്പോയതല്ലേ, അതാണ് ഈ കത്തി കൊണ്ട് മുറിക്കാൻ പോകുന്നത്. എന്തോ റൗണ്ട് സാധനമാണ്. അങ്ങനത്തെ അതിൻ്റെ സ്റ്റാൻഡാണ്. ഫോർ സപ്പോർട്ടിങ് അവർ സ്മോൾ ബിസിനസ്. താങ്ക് യു. ഇത് പ്രൊമോഷൻ അല്ലേ? പ്രൊമോഷനാ, പക്ഷെ ഞാൻ ചെയ്യിപ്പിച്ചതാ. പ്രൊമോഷൻ ഇതെവിടെയാ കണ്ടുപോയിച്ചു? രണ്ടെണ്ണം ഇല്ല. ഞാൻ ഇതുണ്ട്, ഇതാണ് ഐറ്റം. ഇത് ഞങ്ങളുടെ കല്യാണത്തിന് കെട്ടിയ താലിന്റെ ചരടാ. ഓൾറെഡി ഞാനൊരു പേജിൽ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ച് അവർ മൊത്തം ഇത് നാശമാക്കി കുളമാക്കി തന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുട്ടീനെ കോണ്ടാക്ട് ചെയ്ത് ആ ഒരു ഫ്രെയിം ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ എൻ്റെ സൈഡിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കാം. അത് ഞാൻ അയച്ചു കൊടുത്തിട്ട് ആ കുട്ടി അത് ഇളക്കിയെടുത്ത് പുതിയ ഫ്രെയിം ആക്കി തന്നതാണ്. സെറ്റായിട്ട് ലെറ്റർ കൊള്ളാം. ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കടയിൽ കൊണ്ട് വെച്ചോ. താലിയുടെ ചരട് കടയിൽ വെക്കുന്നു. നമുക്ക് വീട് വെക്കുമ്പോ വെക്കാം. കാലത്ത് വീട് നമ്മൾ വെക്കും. അടുത്ത കൊല്ലം നമ്മൾ കോൺഫിഡൻസ് അതാണ്. അങ്ങനല്ല ഇളക്കണ്ടാണ്. അതേ കണക്ക് ആ ബോക്സ് ഉണ്ടാക്കാൻ വെക്കാം. ആ കുട്ടിക്ക് തന്നെ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇത്രയും നന്നായിട്ട് എനിക്ക് ചെയ്ത കുട്ടിക്ക് ഞാനത് ചെയ്ത് കൊടുക്കണ്ടേ? ഇങ്ങനെ അതിന്റെ സംഭവമല്ലേ. മുന്നൊരു സ്റ്റാൻഡ് വന്നിട്ട് ഞാൻ തപ്പി ഇതെങ്ങനെയാണ് ഇതെന്താണ് ഈ സാധനം എന്താ. അവസാനം പൊളിച്ചൊക്കെ നോക്കി സ്റ്റാൻഡ്. അത് സ്റ്റാൻഡ് പൊട്ടി. സംഭവം ഇങ്ങനെയാണ്. നല്ലോണം ചെയ്ത് എനിക്ക് ഇഷ്ടമായി. ഇതെന്താ ഇതിങ്ങനെയാ സംഭവം വരും. ലിറ്റിൽ തിങ്സ് എന്നാണ് പേജിന്റെ പേര്. വേണമെങ്കിൽ പക്ഷെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ സ്റ്റാൻഡിലൊന്നും വെക്കാൻ പറ്റൂല. 1, 2, 3 പിന്നെ 4-മത്തത് ഒരു പകുതി. പക്ഷെ പകുതി സാധനം ഫുള്ളാ.
ഈ 3 എണ്ണത്തിന് അവൻ വട്ടം കറക്കും. പിന്നെ നമ്മളെ മോനെ കൊണ്ട് പാട്ട് കാര്യമില്ല. നിനക്കല്ല എൻ്റെ പേര് പുച്ഛം. ഇതണ്ട ജി എഴുതാനും ഡി എഴുതാനും ഒരു ലെറ്റർ എഴുതുന്നവർക്കാണ് ലെറ്റർ സുഖമുള്ള ലെറ്ററാ ഗോകുൽ ദീപ് എന്നുള്ള പേര്. എന്നാ ദേവദാസ്. നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചാണ്. ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പൊ നമുക്ക് ഒരു ഉച്ചയോട് കൂടിയിട്ട് നിർത്താം. എന്നാ ദേവദാസം ഈ ബസിന്റെ ഓട്ടോന്റെ ഒക്കെ വെക്കലുണ്ടാവുമല്ലോ, ഇലക്ട്രിക് കൊണ്ട് തുടരുത്, സൂക്ഷിക്കണം. വലിയ വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ അധികം കാണാൻ ദാസ് ഇട്ടു. എന്റെ അച്ഛന്റെ പേര് മാറ്റേണ്ട കാലം കടന്നിരിക്കുന്നു. കല്യാണം കഴിക്കുന്ന ടൈമിൽ ഞാൻ ദേവുദാസ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ദേവു ഗോകുലായത്. സോ ഗോകുൽ ദേവു ദേവുദാസ്. അതല്ലേ ഇതിന്റെ ബാക്കിൽ എന്റെ പേരാ വരേണ്ടത്. എന്റെ അച്ഛന്റെ പേര് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൊച്ചിരണ്ടായി. ഇപ്പോൾ അച്ഛന്റെ പേരും കുഞ്ഞു ബേബിയുടെ ഇതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അത് കിട്ടിയിട്ട് വേണം പാസ്പോർട്ടിന് കൊടുക്കാം. ഞാനിപ്പോൾ കുളിക്കട്ടെ. ഇനി നിന്ന് കഴിഞ്ഞാൽ സമയം ഒത്തിരിയാവും. ഇനിയിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ധന്വന്തരേരം എടുത്ത് വെച്ചു. വെയ്ത് വെള്ളം തിളപ്പിച്ചില്ല. നാളെ തൊട്ട് വെയ്ത് വെള്ളം തിളപ്പിച്ചു. അപ്പം ഗൈസ് നാളെ ഞാൻ പോവാണ്. മിസ് യു കേരളം. ഇപ്പം ചെല്ലട്ടെ. ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ഉച്ചയോട് കൂടിയിട്ട് നിർത്താം കേട്ടോ. ഫുൾ ഡേ എടുക്കാനുള്ള ത്രാണി ഇല്ല എന്നല്ല, അല്ലെങ്കിൽ ഒരുപാടായി പോകും. അതുകൊണ്ടിട്ടാണ് സംസാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ ഇല്ല, 250 കിലോമീറ്റർ ഉള്ളൂ. 251 കിലോമീറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും 560 കിലോമീറ്റർ. അജി മറക്കരുതേ മറ്റേത്. അപ്പം എൻ്റെ 2 പേരും നല്ല ഉറക്കമായി. കാശി ഉറക്കമായി, കേശു ഉറക്കമായി. ആക്ച്വലി ഞാൻ കുഴഞ്ഞു. ഗോകുവിൻ്റെ അമ്മയൊക്കെ തിരിച്ചു പോയി. കാശിന് ഇപ്പോൾ ഗോകു ഉറക്കി തന്നാണ്. ഗോകുവിന് നാളെ രാത്രിയില്ല ഫ്ലൈറ്റ്. ഗോകു ഉണ്ടായപ്പോൾ ഒരു സമാധാനമായിരുന്നു. സോ സത്യം പറഞ്ഞ ഗോകുൽ വരുന്ന വരെ ഞാൻ പ്രസവിക്കാതെ പിടിച്ച് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഉപകാരം ഉണ്ടായിരുന്നേ. അതൊക്കെ പിന്നെ പറയാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. വീഡിയോ ഫുൾ എടുത്ത് കാര്യങ്ങൾ നടക്കത്തില്ല. ഞാനിടയ്ക്ക് കുഞ്ഞമ്മ വന്ന്, എൻ്റെ ഫ്രണ്ട്സ് വന്ന്, അവരൊക്കെ കണ്ടിട്ട് പോയി. ഗോകുവിൻ്റെ അമ്മയും ചേച്ചിമാരും ഒക്കെ തിരിച്ച് പട്ടാമ്പിക്ക് പോയി. അവർ ആഫ്റ്റർ ലോങ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. 1 മന്ത് അടുപ്പിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പോണത്. പിന്നെന്താ, പിള്ളേർ രണ്ടും നല്ല ഉറക്കം. ഈ സമയത്ത് ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. 3 മണിയായി. ഇടയ്ക്ക് ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ കഴിക്കാൻ പോവുക. ഗോകുവിനും കൊടുത്ത് ഞാനും കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. പിന്നെ അരിഷ്ടങ്ങളൊന്നും മേടിച്ചില്ല. അത് വാങ്ങാൻ ഗോകുവിനെ പറഞ്ഞു വിടണം. എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല. ഇന്നലെ ഞാൻ ചാടിത്തുള്ളി പോവും. ഇന്നൊരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. നാളെ ഗോകുൽ പോവുമല്ലോ. അതുകൊണ്ടിട്ട് എനിക്ക് സ്റ്റിച്ചൊക്കെ ഒരുവിധം ഉണങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ വേദനയൊക്കെ കുറഞ്ഞു കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ മേടിക്കാനുണ്ട്. പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ തെറി വിളിക്കും. അതുകൊണ്ടിട്ട് ഞാൻ പോവുകയാണെങ്കിൽ വീഡിയോ ഒന്നും ഇടത്തില്ല. പോവുകയാണെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പറയാം ഞാൻ പോയായിരുന്നു എന്ന് ഞാൻ പറയാം കേട്ടോ. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നാളെ തൊട്ട് വീട്ടിൽ തന്നെ ഫുൾ ടൈം റെസ്റ്റ് ആണല്ലോ. ഗോകുലുള്ളപ്പോഴേ എവിടെയെങ്കിലും പോക്കും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. രണ്ടാളെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പതുക്കെ മാറിക്കോളും. എൻ്റെ ബോഡി കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. അത് മാറി വരുമ്പോഴത്തേനും അതനുസരിച്ച് മാറിക്കോളും. അപ്പം എന്തായാലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോ ആയിട്ട് വന്നിട്ട് പറയട്ടെ. ബംഗാളി ബൈ ചായ ചോറൊക്കെ കഴിച്ച് ബേബീസ് രണ്ടും കാശി കൂളാട്ടോ. കാശി ഭയങ്കര
കുഞ്ഞു ബേബിന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു ബേബിയുടെ അടുത്ത് വന്നിരിക്കും, ഉമ്മ കൊടുക്കും, കളിപ്പിക്കും. ഉപദ്രവമൊന്നുമില്ല. ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഉപദ്രവിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇനി വെറുതെ പുറത്തോട്ടിറങ്ങിയതാണ് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടിൻ്റെ പറമ്പുണ്ട്, വീടിൻ്റെ അപ്പുറത്ത് അയ്യമാണേ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കുറച്ച്. പിള്ളേരോട് ഉറങ്ങും, ആ സമയത്ത് പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്താ പറഞ്ഞിട്ടാണോ ആക്ച്വലി ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ തന്നെ പ്രസ് പമ്പിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നാണ് വന്നത്. അത് എന്താണ് സാധനം എന്ന് പോലും അറിയാണ്ടിരുന്ന് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പ്രസ് പമ്പ് എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അന്ന് മാനുവലായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചത്. ഇപ്പം മേടിച്ചിട്ടുള്ള ഇലക്ട്രോണിക്. ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അത് യൂസ് ചെയ്തതിന് ശേഷം പറയാം. പണ്ട് ഞെക്കിപ്പാലി എത്തിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ റേറ്റ് 5,999 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. എന്നോട് പോകും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്കത് സാധനം റേറ്റ് ഉണ്ടോ? അതേ കേട്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആരാണ്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് പോകും എൻ്റെ വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല. എൻ്റെ വീഡിയോക്ക് ഫോണ് മാറൊന്നും പറഞ്ഞു. നീ എന്തിനാ കണ്ടത്? പൊക്കോയോ? പരസ്യം കണ്ട കാര്യമായിരിക്കും ഈ പറയുന്നത്. ആര് പറഞ്ഞു ഇത് യൂസ് ചെയ്ത്? ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം ചില ടൈമിലൊക്കെ ഈ അമ്മമാർക്ക് പാലൊക്കെ കെട്ടി നിൽക്കുമല്ലോ. പാല് കൂടുതലാവുന്ന ടൈമിൽ നമുക്ക് പാല് പിഴിഞ്ഞ് കളയെടുത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്ക് വെച്ചു പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലാക്കി ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നു. ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ പറയും. ഇപ്പം ഞാൻ കിടക്കുന്നത് പിള്ളേർ ഉറങ്ങുന്ന ടൈമിൽ ഉറങ്ങാൻ വെച്ചാണ്. അവരുടെ ജസ്റ്റ് എനിക്ക് ഞാൻ ചെന്നിട്ട് കുഞ്ഞു ബേബി ഉറക്കം എണീറ്റ്. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ എണീറ്റ്. നല്ല ഉറക്കമായിരുന്നു. ബേബീനെയൊക്കെ ഉറക്കി, കാശി ഉറങ്ങി, ഞാനും ഉറങ്ങി. നമ്മൾ സെറ്റായിരുന്നു. ഞാൻ ബ്രസ്റ്റ് പമ്പിൻ്റെ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുകയും ചെയ്യാം കേട്ടോ. കാര്യം അതിന് ക്ലാരിറ്റി കുറവാണ്. അതുപോലെ തന്നെ സംസാരിക്കുന്നൊന്നും അത്ര വ്യക്തമായിട്ട് കേൾക്കുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് സ്ഥിരം വരുന്ന കമൻറ്റ്, ചേച്ചി റെസ്റ്റ് എടുക്ക്, നടുവേദന എടുക്കും, റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കമൻറ്റ് വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാൻ ഓക്കെ, എൻ്റെ ബോഡി ഓക്കെ ആണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കണക്ക് നിൽക്കും. ഇതിപ്പം എൻ്റെ ബോഡി ഓക്കെ ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ടൈമിലും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. അന്ന് എനിക്ക് പ്രൊമോഷൻസ് വന്നിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ പ്രൊമോഷൻസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കറക്റ്റ് 10ൻ്റെ അന്നല്ല 4ൻ്റെ അന്ന് ഞാൻ കാശി ബേബിക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗോകുലിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്നിട്ടുണ്ട്. അന്ന് സ്റ്റിച്ചിൻ്റെ ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അതല്ലാണ്ടിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് 8ൻ്റെ അന്ന് നമുക്ക് ഓണത്തിൻ്റെ പേർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിൻ്റെ സമയത്തായിരുന്നു കാശി ബേബിയുടെ ഡെലിവറി. സോ ഞാൻ ഇവിടുന്ന് സിംലയിൽ പോയി, സിംലയിൽ മൊത്തം കറങ്ങി തിരിഞ്ഞ്, പിന്നെ എനിക്ക് ബജാജിൻ്റെ കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിന് ബജാജിൻ്റെ ഓഫീസിലും പോയി എന്തെല്ലാം പണിപ്പെട്ടാണെന്ന് അറിയാം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 16ൻ്റെ അന്നായിരുന്നു ഓണം. തിരുവോണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് 16ൻ്റെ അന്നായിരുന്നു. അതിന് മുന്നത്തെ ദിവസങ്ങളിൽ തിരുവോണത്തിൻ്റെ അന്നത്തേക്ക് പൂ മേടിക്കാൻ ഞാനും ഗോകും ദേവിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. പിന്നെ എൻ്റെ ബോഡി അത്യാവശ്യം ഫിറ്റായിട്ട് നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും തോന്നാത്തത് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 28 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒത്തിരി ബെനിഫിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. അന്ന് ഞാൻ ശാന്തി മഠത്തിലായിരുന്നു എടുത്തിട്ടുണ്ട്, ട്രിവാൻഡ്രം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്.
നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതെനിക്ക് ഒരുപാട് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതൊക്കെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. കിടക്കേണ്ട സമയത്ത് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നു, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പോകേണ്ട അടുത്തൊക്കെ ഞാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഇല്ലായിരുന്നു. ഇപ്പം ഈ ഡെലിവറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചടഞ്ഞ് ഓടിക്കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഡെലിവറി കഴിയാൻ പോണവരോട് പറഞ്ഞുതരാം, റൂമിൽ എപ്പോഴും കിടക്കണം, എപ്പോഴും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുഞ്ഞിനെ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഈ കുഞ്ഞ് കരയുന്ന ഉടനെ പാൽ കൊടുക്കാനെന്ന് പറഞ്ഞ് വിളിക്കുന്നത് എനിക്ക് ദേഷ്യം വരും കേട്ടോ. സത്യത്തിൽ കുഞ്ഞിന് പാൽ കൊടുത്ത് ഞാൻ കിടത്തുമ്പോഴായിരിക്കും കുഞ്ഞ് കരയും, കുഞ്ഞിന് വയറ് നിറഞ്ഞിരിക്കുകയായിരിക്കും, എന്നാലും കുഞ്ഞ് വേറെ എന്തെങ്കിലും കരയുമ്പോഴായാലും വീട്ടുകാർ കുഞ്ഞിന് പാൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും വരും, ദേഷ്യം വരും, നമ്മുടെ ആരും കൺസിഡറേഷൻ തരുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ അതിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കാശി ബേബീനും കൊണ്ടിട്ട് ഗോഗു ഫുഡ് മേടിക്കാൻ പോയി. അവന് പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ദേവിയും അവനും കൂടെ കൊണ്ടുപോയി. ആ ഷീറ്റിനെടുത്ത് ഷീറ്റും വൈപ്സും ആ ചേച്ചി മാറ്റുമ്പോഴത്തേന് ഞാൻ വരാം, എന്നിട്ട് പാല് കൊടുക്കാം. ഉറക്കമായിരുന്നു എനിക്ക് കേട്ടോ. എന്താ പറയാ, അപ്പം ആകെ എനിക്കിതേ ഉള്ള ഒരു പ്രശ്നമുള്ളൂ. ഇപ്പം വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്, അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ അമ്മാമ്മേൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് പോകുന്നത്. ഇവിടെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയ ടൈമിൽ അതിന് എണീറ്റപ്പോഴത്തേക്ക് അമ്മാമ്മ എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗോകുതെല്ലാം വായി വെച്ചിട്ട് ഇടയ്ക്ക് ആഘോഷിച്ച് ഞാൻ ഉറക്കുമായിരുന്നു, പിള്ളേരുടെ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് ആഘോഷിച്ച് പോയി ഡ്രസ്സൊക്കെ മേടിച്ചു, നാളെ ആഘോഷിച്ച് നാളെ പോവുക. അപ്പം കൊണ്ടുപോകാനായിട്ട് അതൊക്കെ മേടിച്ചു. സത്യത്തിൽ എനിക്കുള്ളൊരു വിഷമം അതേ ഉള്ളൂ. ഇതുവരെ ഡെലിവറി കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എണീക്കാനായി ഇപ്പം എനിക്ക് ഓക്കെയാണ് കേട്ടോ. 4 ദിവസമായി, അതല്ല 5ാമത്തെ ദിവസമായി, അല്ല 4ാമത്തെ ദിവസമാണ്. അപ്പോൾ 4 ദിവസമായി. 4 ദിവസം കൊണ്ടിട്ട് ഒരുവിധം ഹീലായിട്ടുണ്ട്. പിന്നെ മരുന്ന് ഇന്നലെ അവർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മേടിക്കാൻ വിട്ടുപോയി. ഇന്നിപ്പം പുറത്ത് പോകാനായിട്ട് റെഡിയാവാൻ പോവുക, അത് പറയാനാണ് ഞാൻ വന്നത്. അത് ഞാൻ വേറൊരു ബ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കുറേ ചേച്ചിമാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നടുവേദന എടുക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നടുവേദന എടുക്കാം. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലും ഞാൻ ഇങ്ങനെയായിരുന്നു. എനിക്ക് പോകേണ്ടടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്, റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഫുൾ ടൈം നമ്മൾ ഈ ചടഞ്ഞു കൂടി കിടക്കണമെന്നൊന്നുമില്ല. ഈ പണ്ടുള്ള ഈ ആചാരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് കൂടുതൽ ഇപ്പോഴത്തെ പിള്ളേരോട് അടങ്ങി കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ദേഷ്യവും വാശിയും ഒക്കെ തോന്നും. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകണത് അതുകൊണ്ടിട്ടായിരിക്കും. ഞാൻ ആരോട് അടങ്ങി നീ കിടക്കാമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ വെളിയിലൊക്കെ പോയി നിൽക്കാറുണ്ട്. ഇന്നത്തെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, വെളിയിൽ പോയി നിൽക്കാറുണ്ട്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 ദിവസം വരെ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ തന്നെ അടച്ചിരുത്തുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോട് ദേഷ്യം തോന്നും. നമ്മുടെ ആ ഒരു ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് മൂമെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് പോകും കേട്ടോ. ദേഷ്യവും പ്രഷറും ടെൻഷനും എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ അതുകൊണ്ടിട്ട് എനിക്ക് എന്താണോ ഇഷ്ടം ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് രാവിലെ കിച്ചണിൽ പോയി കാശി ബേബിക്കുള്ള പാൽ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ റൂട്ടീൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിട്ടോ എല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് വലിയ പ്രശ്നമില്ല. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഗോകു ഉണ്ടല്ലോ, കുഞ്ഞിന് പാലൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയാനായിട്ട്. എനിക്കങ്ങനെ ചുമ്മാ ചടഞ്ഞുകൂടി കിടക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കി നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. എൻ്റെ പ്രഗ്നൻസി വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് ലേബർ റൂമിലേക്ക് തന്നെ പോണത്. സോ എന്താ നടുവേദന എന്നൊരു പ്രശ്നം ഞാൻ മൈൻഡിൽ എടുക്കുന്നില്ല. അത് ഉണ്ടാവാമായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സാധനം പേടിച്ച് ഞാൻ എൻ്റെ ഈ നല്ല മൂമെൻറ്റ്സ് ഒക്കെ കളയണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബേബി എണീച്ച് ബേബിനെ പോയി ഫീഡ് ചെയ്യട്ടെ. ആർക്കും അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്. ഞാൻ ഫസ്റ്റ് ഡെലിവറി ടൈമിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. അന്ന് എനിക്കില്ലാത്ത പ്രശ്നങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ടും വരാൻ പോകണില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അന്നും ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യണം. ഇന്നൊരു ദിവസം എനിക്കുള്ളൂ. കാര്യം
നാളെ ആഘോഷം നാളെ രാത്രി 9:30 എയർപോർട്ടിലെത്തണം. രാത്രി 12 മണിയുടെ ഫ്ലൈറ്റാണ്. അപ്പം നാളത്തേന് എന്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നാളത്തെ ദിവസത്തിൽ വ്ളോഗായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. ബൈ.